റിസൾട്ടിൽ 1,10,10,000 വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. തീർച്ചയായിട്ടും ഇവിടെയുള്ള ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ 13% ഉണ്ടായിരുന്നത് 12% നിലനിർത്താൻ സാധിച്ചത്. അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ വോട്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ഷെയറിൽ ഒരു 1% കുറവാണ് വന്നിട്ടുള്ളത്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം 4% ഒരു ഇടിവ് വന്നു. ആ ചോർച്ച നേരെ പോയിരിക്കുന്നത് UDFിലേക്കാണ് എന്നുള്ളതും കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞ് BJP അങ്ങനെയല്ല. BJP നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് കാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വോട്ടുകൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. അത് ഇവിടെയുള്ള ഭരണത്തോടുള്ള ഒരു വിമുഖത, ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ വയനാടിൻ്റെ അവസ്ഥ അനുസരിച്ച് ജനങ്ങൾ പൊതുവേ ഒരു ഇലക്ഷനെ നേരിടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. അതും നിർബന്ധിതമായിട്ടുള്ള ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനോടുള്ളൊരു വിമുഖത പൊതുവേ ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് തിരിച്ചടിയല്ല. കാരണം ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. LDFും UDFും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമസഭയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും സഹായങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയത്. പക്ഷേ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സംഭാവനകളും ദുരന്ത സമയത്ത് നൽകിയിരുന്ന സംഭാവനകളും എല്ലാം തന്നെ കണക്ക് എടുത്ത് പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പിന്താങ്ങുള്ളത് കൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇത്രത്തോളം ക്രമീകരിച്ച് നിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്നും അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ ഇത്രത്തോളം കോടികളുടെ നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നിട്ടും ദുരന്തബാധിതരുടെ കൈകളിലേക്ക് ഒരു രൂപ പോലും എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ആ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിനെ കരുവാക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചടിയായിട്ടില്ല.